വെൽക്കം ടു ഗ്ലിറ്റ്സ് ഇന്ത്യ ഫാഷൻസ്. ഐ ആം റസീന ജമാൽ. കഴിഞ്ഞ ദിവസം നമ്മൾ റയോണിൻ്റെ സെറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു 1000 റേഞ്ചിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ തന്നെ ഇതിപ്പോൾ കലംകാരി പാറ്റേണിലുള്ളതാണ് കേട്ടോ. ടോപ്പും ബോട്ടവും ദുപ്പട്ടയായിട്ട് വന്നിട്ടുള്ള സെറ്റാണ്. റയോൺ ദുപ്പട്ടയായിട്ട് നല്ല ഫ്ലോയിൽ ഈ ഒരു ക്ലൈമറ്റിൻ്റെ ബെസ്റ്റ് ഐറ്റാണ്. കലംകാരി പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് പ്രിൻറ്റുകളും വന്നിട്ടുണ്ട്. ഞാൻ റാൻഡം പിക്ക് ചെയ്തിട്ട് കുറച്ച് പീസസ് ആയിരിക്കും വീഡിയോയിൽ കാണിക്കുക. ബാക്കി സൈറ്റിൽ അപ്ലോഡ് ചെയ്തേക്കാം ഫോട്ടോസ് ഓപ്പൺ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക. നല്ല ഐറ്റാണ്, ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര കംഫി ആയിട്ടുള്ള, നിങ്ങൾക്ക് ഓഫീസ് വെയറിനോ അല്ലെങ്കിൽ സിംപ്ലി വെയർ ചെയ്യാനൊക്കെ നല്ല ഒരു സെമി പലാസോ പോലെയോ അല്ലെങ്കിൽ ഒരു ലൂസ് ബോട്ടായിട്ടോ സ്ട്രേറ്റ് പാൻറ്റോ ഒക്കെ തയ്ച്ചിട്ട് കഴിഞ്ഞാൽ ടോപ്പായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാം. വിതൗട്ട് ദുപ്പട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് കോളർ സ്റ്റൈലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന സെറ്റ്സാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് നീഡഡ് ആണെങ്കിൽ കസ്റ്റമർ നോട്ടിൽ സ്റ്റിച്ചിങ് നീഡ് മെൻഷൻ ചെയ്യുക. ഇവിടുന്ന് ഡിസൈനേഴ്സ് കോൺടാക്ട് ചെയ്തോളൂ. നമ്മുടെ സൈറ്റ് ഐ ഡി എന്ന് പറയുന്നത് www.glitsindia.in സൈറ്റ് ഐ ഡി. സൈറ്റ് ബുക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കളക്ഷൻസ് വന്നിട്ട് ഓപ്പൺ ചെയ്ത് കാണാം. ഫസ്റ്റ് വൺ വരുന്നത് ഇതുപോലെ നല്ലൊരു പ്രിൻ്റാണ് വന്നേക്കുന്നത്. ഇത് നിങ്ങൾക്ക് വിത്തൗട്ട് ലൈനിങ് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. അത്യാവശ്യം തിക്നെസ് ഉള്ള ഫാബ്രിക്കാണ്. സിമ്പിളായിട്ട് ഫ്രീ ആയിട്ട് തയ്ച്ചിട്ടാൽ മതി. നല്ല നമുക്ക് കൂളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയൊരു ഫാബ്രിക്കാണ്. 1000 ആണ് റേഞ്ച് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ്, സോഫ്റ്റ് ഫിനിഷാണ്. ഇതിൻ്റെ ഭംഗിയിലും കൂടുതൽ ഇതിൻ്റെ ആ ഒരു കംഫർട്ടാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. ബോട്ടം വന്നേക്കുന്നത് ഇതുപോലെ പ്രിൻറ്റഡ് ആണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ടോപ്പ് ചെയ്യാം. രണ്ടും ഡബിൾ ടോപ്പ് ചെയ്തിട്ട് ലെഗിങ്സ് എന്തെങ്കിലും യൂസ് ചെയ്താലും നിങ്ങൾക്ക് രണ്ടും ഉപയോഗിക്കാൻ പറ്റും. കാരണം സോഫ്റ്റ് ഫിനിഷിലുള്ള കോട്ടൺ റയോൺ ആണ് ഫാബ്രിക് വന്നേക്കുന്നത്. നല്ല കംഫിയാണ്. ഒരു സ്ട്രേറ്റ് പാൻറ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ ജീൻസിൻ്റെ കൂടെ ഒക്കെ നിങ്ങൾക്ക് സിംപ്ലി വെയർ ചെയ്യാൻ പറ്റും. അല്ല നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒരു സെമി പലാസോ പോലെയൊക്കെ തയ്ച്ചിട്ടല്ല ആ ഒരു ഫ്ലോ കിട്ടും. റയോൺ ആയതുകൊണ്ട് നല്ലതായിരിക്കും തയ്ച്ചിട്ട് കഴിഞ്ഞാൽ കേട്ടോ. ഫസ്റ്റ് വൺ വരുന്നത് ഇതുപോലെ. നെക്സ്റ്റ് വൺ വരുന്നത് ഡിഫറെൻറ്റ് പ്രിൻറ്റ്സ് ആണ്. അറിയാമല്ലോ, അജ്രക്കിൽ എപ്പോഴും കലംകാരിയിൽ എപ്പോഴും ഇങ്ങനെ പല പ്രിൻറ്റുകളാണ് വരുന്നത്. കുറച്ചുകൂടെ ഡിഫറെൻറ്റ് പ്രിൻറ്റുകളാണ് എല്ലാം വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് ഞാൻ ഓപ്പൺ ചെയ്യാം. ബാക്കി ഫോട്ടോസ് അപ്ലോഡ് ചെയ്തേക്കാം. അടിപൊളി ഐറ്റാണ്. വേഗം തന്നെ സൈറ്റ് പർച്ചേസ് ചെയ്തിട്ട് ഇഷ്ടപ്പെടുന്നവർ. ഇതാണ് ഇതിൻ്റെ ബോട്ടം. ഇത് വേണമെങ്കിൽ ടോപ്പ് ചെയ്യാവുന്ന ഒരു ഫാബ്രിക്കാണ്. നിങ്ങൾക്ക് ഈ ഒരു ബോട്ടം ഫാബ്രിക്കിൽ ടോപ്പിൻ്റെ ചെറിയ എന്തെങ്കിലും ഒരു പാച്ചൊക്കെ അറ്റാച്ച് ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. ഇതുപോലെ സോഫ്റ്റ് ഫിനിഷിലുള്ള ദുപ്പട്ട. ഈ ഒരു ദുപ്പട്ടയിൽ നല്ല ഭംഗിയുള്ള ദുപ്പട്ട. ഈ ഒരു ഷെയ്ഡിലുള്ള സ്ട്രേറ്റ് പാൻറ് ഉണ്ടെങ്കിലും നിങ്ങൾക്കിത് ഇടാവുന്നതുള്ളൂ. ഇതാണ് ബോട്ടം വന്നേക്കുന്നത്. ഇതിൽ ചെറിയ ഈ ഒരു പീസിൻ്റെ എന്തെങ്കിലും ഒരു വീതിയുള്ള പടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിലിരിക്കട്ടെ. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മാച്ച് ടോപ്പ് തയ്ക്കുകയാണെങ്കിൽ കേട്ടോ. ഇങ്ങനെ വരിക. നെക്സ്റ്റ് വൺ ബ്ലാക്കാണ് വന്നേക്കുന്നത്. ഇതുപോലെ ഫുൾ പ്രിൻറ്റഡാണ് പോയേക്കുന്നത്. ദുപ്പട്ട വന്നേക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള ദുപ്പട്ട. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇതുപോലെ. നെക്സ്റ്റ് വൺ വരുന്നത് ഇതുപോലെ ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ് കേട്ടോ. അതിലും നല്ലൊരു പ്രിൻറ്റാണ് വന്നേക്കുന്നത്. 1000 ആണ് റേഞ്ച് വരിക. നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിലാണ് വന്നേക്കുന്നത് കേട്ടോ. ദുപ്പട്ട ആണെങ്കിൽ ഭയങ്കര സോഫ്റ്റാണ്. നല്ല സുഖമായിട്ട് വെയർ ചെയ്യാൻ പറ്റും. ബോട്ടം വന്നേക്കുന്നത് ഇതുപോലെ. വേണമെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഇതൊരു മാംഗോ ഡിസൈൻ പോലെ. ഇതൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. നിങ്ങൾക്കിത് ഭയങ്കര ലെങ്ത്തിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നൊരു 46 ഒക്കെ ആയിരിക്കും ലെങ്ത്ത് വരിക കേട്ടോ. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒരുപാട് ലെങ്ത്ത് വേണ്ടവർക്ക് ജസ്റ്റ് ഒരു ജോയിൻ ചെയ്തിട്ട് എടുത്താൽ മതിയേ. ഇങ്ങനെയാണ് ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നേക്കുന്നത്. ഇങ്ങനെ അതല്ല നിങ്ങൾക്ക് ഇതും കൂടി ചേർത്തിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നേ ഉള്ളൂ. സ്ലീവ്സിന് എൻഡിൽ നല്ലൊരു ബോർഡേഴ്സ് ഇത് വെച്ചിട്ട് കൊടുക്കാം. അതുപോലെ എന്തെങ്കിലും നെക്ക് പാറ്റേണിലും ഇത് കൊടുത്താലും നല്ലതായിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. ടോപ്പ് യോക്കൊക്കെ കൊടുത്താലും നല്ലതായിരിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് ഇതുപോലെ ഒരു മെറൂൺ ഷെയ്ഡ് പോലത്തെ ഒരു കോമ്പിനേഷനാണ്. ദുപ്പട്ട വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ട ഇതുപോലെ. ആ ഒരു ചെറിയ ഡോട്ട് ഡിസൈൻ വന്നിട്ട് നല്ല രസമുണ്ട് ടൈം ചെയ്ത് കാണാനായിട്ട്. ബോട്ടം വന്നേക്കുന്നത് ഈ ഒരു പ്രിൻറ്റഡ് ബോട്ടമാണ്. ഇതുപോലെയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ഫിനിഷാണ്. ഈ ഒരു ഫാബ്രിക് ഭയങ്കര കംഫിയാണ്. കിട്ടുന്നവർ നിങ്ങൾ സിംപ്ലി തയ്ച്ചിടാൻ നല്ലതാണ്. ഈ ഒരു ക്ലൈമറ്റിൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ള ഐറ്റാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച ബാത്തിക് പ്രിൻ്റ് പോലെ തന്നെ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണിതും ബോട്ടിങ്ങിന്. അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ കളേഴ്സ് ഉണ്ട്. അത് ഞാൻ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തേക്കാം. നിങ്ങൾ നോക്കിയിട്ട് സൈറ്റ് ബുക്ക് ചെയ്യുക. അടിപൊളി ആയിട്ടാണ്. 1000 ആണ് റേഞ്ച്. ബുക്കിങ്സ് സൈറ്റ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അതർ വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ www.glitsindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല
ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.